but we don't talk anymore. അപ്പൊ ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാപ്പച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഇതൊരു എന്താണ് വാപ്പച്ചി പറയാ, കായ്ക്കാൻ്റെ ബിരിയാണി അങ്ങനെ എന്തോ ആണ് പറയുന്നത്, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടില്ല, യെസ് മുളക് പൊടി ഇടുന്നു. ദേ മുളക് പൊടി ഇട്ടു. ദിസ് ഇസ് മിണ്ടാരിമ്മ, ഇത് ഗരം മസാല. അപ്പോൾ ഇനി നമ്മളിട്ടത് ഗരം മസാലയാണ്. അപ്പം നമ്മളിലേക്ക് ഇട്ടിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇനി കുരുമുളക് പൊടി. ഇത് വാപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്, കുറേ പേര്. അപ്പോൾ ഗൈസ് വാപ്പിത നന്നായി തൈരൊക്കെ മിക്സ് ആക്കി കടയുന്നു തൈര്. ഇത് ഫ്രഷ് തൈരാണ്. അപ്പം നമ്മളിതാ ഇങ്ങനെ മിക്സ് ആക്കി. ഇത് കട്ടയ്ക്ക് ഇട്ടാല് ഒരു ഇതുണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഇടണം. ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ്. ആഡ് ചെയ്യും വാപ്പി ഇങ്ങോട്ട്. തൈര് ആഡ് ചെയ്യാണ്. വീഡിയോ എടുക്കല്ലായിരുന്നെങ്കിൽ വാപ്പിയുടെ സൈഡിൽ നിന്ന് കുറച്ച് തഗ്ഗൊക്കെ കേൾക്കാറുണ്ട്. അത് ഭയങ്കര ഡീസന്റ് ആയിട്ട് ആലി അപ്പുറത്ത് നിന്ന് തള്ളുന്നുണ്ട് വാപ്പാരുടെ. ഉള്ളി അല്ലേ ആലിയ? കോഴിനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. കോഴിയല്ല, കോഴി. ഇതാണ് കോഴി, കോഴിയല്ല. സോറി. നമ്മളുടെ മസാല പുരട്ടി ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. കോഴിയല്ല, കോഴി. അപ്പൊ ഗൈസ് നമ്മളിതാ 5 ഉള്ളി എടുക്കുന്നുണ്ട്. ഒരെണ്ണം വാപ്പി ഓൾറെഡി തൊലിച്ചു. അടുത്തതാ. അപ്പൊ ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബിരിയാണി ഏറ്റവും ഈസി വേ ഓഫ് മേക്കിംഗ് ആണ്. ഈസി മാത്രല്ല അടിപൊളിയാണ്. ഇതെല്ലാം മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മള് ചിക്കൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മള് കറിയാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വാപ്പി ഇവിടെ ഉള്ളി തൊലിച്ചിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ വാപ്പിക്ക് ഹെൽപ്പ് ചെയ്ത് തൊലിച്ച് കൊടുക്കണം. ഈ സാധനം ഒന്നും ചെയ്യില്ല. സത്യമാണ്. ഓക്കെ, അപ്പൊ വാപ്പി എന്തൊക്കെയോ എടുക്കുന്നൊക്കെ ഉണ്ട്. വാപ്പി തക്കാളി, ക്യാരറ്റ് എല്ലാം എടുക്കാണ്. വാപ്പിയുടെ ശിഷ്യനാണ് ഇവിടെ വെക്കണ. നമ്മള് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാപ്പി സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി. ഓ സോറി ഗൈസ്, ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു. അപ്പൊ നമ്മൾ നേരെ പൊളിക്കാൻ പോകുന്നു. അപ്പൊ ഗൈസ് മുസ്താത്തി ഇതാ വെളുത്തുള്ളി തൊലിക്കുന്നു. കുറച്ചുകൂടെ ശബ്ദത്തിൽ പറയൂ, ഒന്നും കേക്കുന്നില്ല. ഗൈസ് ഞാൻ ഈ താത്തിന്റെ അസിസ്റ്റന്റ് ആട്ടോ. ഈ താത്തിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ എടുത്തോണ്ട് കൊടുക്കണം, തിരിച്ച് ഞാൻ തന്നെ കൊണ്ടുപോയി വെക്കുകയും ചെയ്യണം. ഡോണ്ട് ലൈ. അല്ല, അത് സത്യമല്ല ഗൈസ്, സത്യം മാത്രമേ പറയാവൂ. അതുമല്ല ഫോൺ വെള്ളം എടുത്തോണ്ട് തരാൻ. യു ഫോക്കസ് പണിയെടു. അപ്പൊ ഗൈസ് തെളിച്ചു. ഇത് എത്ര വെളുത്തുള്ളി? ഒരു ഫുള്ള് വെളുത്തുള്ളി അല്ലേ എടുത്തത്? നമ്മളെ നാട്ടിലത്തെ പോലത്തെ വെളുത്തുള്ളിയല്ല, ഇവിടെ വലിയ വെളുത്തുള്ളിയാണ്. ഇത് വേഗം നാട്ടിലത്തെ ആണെങ്കിൽ ആലിയ കണ്ടിട്ടുകൂടിയില്ല. മുസ്താത്തി കഴുകാൻ പോകുന്നു. വാപ്പിത ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ലുക്ക് ഇങ്ങനെ വലിയ കഷ്ണമായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നോർമലി നമ്മൾ ബിരിയാണിക്ക് അരിയുന്ന പോലെ ആ കട്ടിങ് അല്ല ഇത്. കാരണം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ അതാ വെളുത്തുള്ളി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. ഓക്കെ, ഇനി വെസ്റ്റിലും വൃത്തിയില്ലാത്തന്റെ താത്ത. നീയാണ് വൃത്തി. അപ്പൊ ഗൈസ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചുതരാം. അപ്പൊ ഗൈസ് നമുക്ക്
ഇനി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ റോസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിന് മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. അതും തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഉള്ളി നമ്മൾ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് അടിക്കണം. പിന്നെ ഈ സാധനങ്ങളെല്ലാം മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. പിന്നെ തക്കാളിയും അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിക്കണം ഗൈസ്. നമ്മളെല്ലാ സാധനങ്ങളും ഇതിലിട്ടിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, എന്താണ് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ തക്കാളി, ഉള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാം ഇട്ട് നമ്മൾ മിക്സി എല്ലാ ഐറ്റംസും അരങ്ങിട്ടിട്ട് ഇത് പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല. നല്ല വെയിറ്റ് ആണ്. ഒരു ഗ്ലാസിന് മിക്സ് ചെയ്യാൻ അതുകൊണ്ട് നല്ല വെയിറ്റ് ഒറ്റ കയ്യിൽ നമ്മൾ പിടിച്ചോണ്ടിരിക്കാൻ. അപ്പൊ ഗൈസ് നമ്മളിവിടെ ചിക്കൻ റോസ്റ്റ് ഇതിലേക്ക് ആക്കാം. റോസ്റ്റ് അല്ല, ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഇതിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വാപ്ചി ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അല്ലോ എന്റെ ഫോണിൽ ഇപ്പൊ നെയ്യ് അതുപോലെ നമ്മൾ കുറച്ച് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മളിതാ ഇതിൽ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. നെയ്യിലേക്ക് തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പട്ടയല്ലേ ആപ്പി? ഏലക്കയും പട്ട ഇട്ടിട്ടുണ്ട് ഗൈസ്. ഏലക്കയും പട്ട ഇട്ടിട്ടുണ്ട്. ഗ്രാമ്പൂ അപ്പൊ അയ്യോ തെറിച്ചു. നമ്മള് ആദ്യം തന്നെ മസാല നമ്മള് അരച്ചു വെച്ച മസാല ഇടയാണ്. ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉലുവ ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മൾ അരച്ചു വെച്ച മിക്സ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കണം ഗൈസ്. ഇതാ നമ്മൾ ഇളക്കി കൊടുക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് ഫ്യൂസ് ആയിപ്പോയി ഗൈസ്. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഇതിന്റെ മുകളില്, പക്ഷെ ഇത് ഫ്യൂസ് ആയിപ്പോയി ഗൈസ്. ഗൈസ് നമ്മളിവിടെ എക്സിയുണ്ട് ഗൈസ്. ലൈറ്റ് കത്തിയും പോയി നിൽക്കുന്നു. അപ്പൊ ഇനി നമ്മള് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. ടോപ്പിക്കിൽ നിന്ന് മാറുന്നു ഗൈസ്. നമ്മളിതാ കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ മസാല ആഡ് ചെയ്തിട്ട് അതിനുശേഷം മസാല എന്താന്ന് വെച്ചാൽ നമ്മൾ അരച്ചു വെച്ച മിക്സ് എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കരിവേപ്പിലയും കൂടെ ഇട്ടെടുത്ത് അത്രയും ചെയ്തിട്ടുള്ളൂ. ഇനി അടച്ചു വെക്കാം. അപ്പൊ ഇതാ നമ്മള് ചിക്കൻ മസാല പുരട്ടി വെച്ചതിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ആക്കാൻ പോവുകയാണ്. അതിന് നമ്മളിവിടെ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എണ്ണ തളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേരുള്ളത് വെച്ചാല് ഈ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ നേരെ എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ഫ്രൈ ആക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരു കോമഡി കാണിച്ചു തരട്ടെ. അപ്പൊ ഗൈസ് നമ്മുടെ ചിക്കൻ ദാ ഇവിടെ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഇടയിൽ നമ്മളുടെ ആലിയന്റെ കയ്യിൽ ചെറിയൊരു പൊള്ളലെന്ന് ആദ്യമായിട്ട് അവള് കിച്ചണിൽ കയറിയപ്പോ അവളെ കയ്യിൽ കുറച്ച് നെയ്യ് വീണു. അപ്പോഴേക്കും അത് പേസ്റ്റ് ഒക്കെ പുരട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ മസാലയിലേക്ക് നമ്മളുടെ മിക്സിലേക്ക് നമ്മള് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിലും നമ്മളുടെ ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട്, മറ്റേ സൈഡിലും നമ്മളുടെ മസാല റെഡി ആവുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഇതിലേക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നും അളവ് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഉമ്മച്ചി ആയാലും കുക്കിംഗ് ചെയ്യുമ്പോൾ വാപ്പച്ചി ആയാലും കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഒന്നും അളവ് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഒരു കൈക്കണക്കാണ് നമ്മളങ്ങോട്ട് ഇടും. നമ്മൾ അടുത്ത പൊടി ആഡ് ചെയ്യുന്നു. ഇതെന്ത് പൊടിയാലിയ? ഇതാണ് കിച്ചണിലെ കറിയിലേക്ക് ഇതേപോലെയൊക്കെ ഇരിക്കും കഴിയുന്നത്. അതുകൊണ്ട് ഇതാണ് മല്ലിപ്പൊടി. അപ്പൊ നമ്മള് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇതാ ഇപ്പൊ കുരുമുളക് പൊടി. ഞാൻ പറഞ്ഞില്ല ഇത് വാപ്പാക്ക് ഇഷ്ടപ്പെട്ട പൊടിയാണ്. ഇത് ഇഷ്ടം പോലെ വരും. ഇതാണ് ഗരം മസാല. അപ്പൊ നമ്മളിതാ ഉള്ള പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇപ്പൊ ആഡ് ചെയ്തിട്ടുള്ള ഗരം മസാലയാണ്. അപ്പൊ എല്ലാ പൊടികളും ഏകദേശം ആഡ് ചെയ്തു. ഇതെന്ത് പൊടിയാപ്പ്? ജീരകപ്പൊടിയോ? അയ്യാ, അപ്പൊ ഇത് ജീരകപ്പൊടിയാ. ഈ കുരുപ്പ് ഇവിടെ കിടന്ന് ചുമ്മാ അലക്കുന്നു ഗൈസ്. അപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി,
പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ഇത്ര ആഡ് ചെയ്തിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ മസാല മിക്സ് ആക്കുകയാണ്. നമ്മളുടെ ഇതിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയായിട്ടുണ്ട്. നമ്മൾ കുറച്ച് എണ്ണ ആഡ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ, ശുദ്ധമായ തേങ്ങ എണ്ണ ഗൈസ്, ശുദ്ധമായ വെളിച്ചെണ്ണ. അപ്പൊ അതാ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്, ഫ്രൈ ആയിട്ട് ഗൈസ്. കുക്കിംഗ് ചെയ്തോണ്ടിരുന്നപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും കുറച്ച് വിഷമപ്പോൾ നമ്മളുടെ ലഡു ജിലേബി നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അടിപൊളി ഗൈസ്, ലഡു അടിപൊളി ടേസ്റ്റ്. ജിലേബി ഉണ്ട് ഇപ്പുറത്ത്, പക്ഷെ ഞങ്ങൾ എടുത്തിട്ടില്ല, തിന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നമ്മളുടെ മസാലയിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ആയ പോലെ തോന്നുന്നില്ല, ബട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഒരു ചെറിയ കുറവുണ്ട്, ഇൻഷാല്ലാ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സെറ്റ് ആക്കും. അതാ നമ്മളുടെ ചിക്കൻ എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ മസാല പുരട്ടിയ വെള്ളമില്ലേ അതും കൂടി വാപ്പി ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ അടുത്ത സെറ്റ് ഓഫ് ചിക്കൻ ദാ ഇവിടെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. നല്ല കരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ബിരിയാണിക്കൊക്കെ ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ എടുത്താൽ മതി. കാരണം നമ്മൾ ഇനി ഇതൊരു കുക്കിങ്ങും കൂടെ ചെയ്യുമല്ലോ, കാരണം നമ്മളിതിലൊരു മസാലയും കൂടെ ആക്കുമല്ലോ. ഷെഫ് വാപ്പ ഇളക്കി പറിക്കുന്നു ഗൈസ്. നമ്മളുടെ ചെറിയ സാധനം എവിടെ പോയെന്നൊന്ന് നോക്കി. ഒരാൾ ഇവിടെ ഇരുന്ന് ലഡു തിന്നിട്ട് വ്ലോഗ് കാണുന്നു ഗൈസ്. എന്തോ വെറുതെ ഇരുന്നിടുകൊണ്ട് എന്താ സുഖം. വാപ്പായി ഞാനും അവിടെ കിടന്ന് പണിയെടുക്കുന്നു. ഇവളിവിടെ എൻജോയ് പണിയെടുക്കാൻ മാത്രം ഫോൺ ഉണ്ട്, ക്യാമറ ഉണ്ട്, അത് വീഡിയോ എടുക്കുന്നു. എന്നെ വഴക്ക് പറഞ്ഞു വിട്ടതാണ് ഗൈസ്. എന്നോട് പറയാ മസാല ഇടുമ്പോൾ നീ മിണ്ടരുതെന്ന്. പിന്നെ മസാല ഇടുമ്പോ ഇവിടെ ചുമ്മാ നടന്ന അലപ്പാണ് കൈസ്, എന്ത് ശല്യാണ്. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടിച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് ടി വി അല്ല ടാബ് കാണുന്നു. അപ്പൊ ഇതാ നമ്മൾ തിരിച്ച് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളുടെ ചിക്കൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ അടുപ്പ് ഓഫാണ് ഗൈസ്, കാരണം നമ്മൾ ഈ ഒരു സെറ്റ് ചിക്കനും കൂടി ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് വാരിയിടും. എന്നിട്ട് വേണം നമുക്കിതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഇനി നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്കൊന്ന് സെറ്റാക്കാം. ഓക്കെ, നമ്മളുടെ റൈസിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും 2 ഉള്ളിയും പിന്നെ ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി എടുത്ത് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം കാണിച്ച ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മളുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇത് റൈസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇപ്പം ബിരിയാണിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ്. ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ സിന്നാരയാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് വലിയ അരിയാണ്. ഇവിടെ എനിക്ക് കുഞ്ഞരിയാണ് ഇഷ്ടം, പക്ഷെ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കൊക്കെ വലിയ അരിയാണ് ഇഷ്ടം. അതുകൊണ്ട് വലിയ അരിയിലാണ് നമ്മളിന്ന് ബിരിയാണി വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ഇട്ട ചിക്കൻ ഏകദേശം റെഡിയായി തുടങ്ങി. അപ്പോൾ ഗൈസ് നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് ചിക്കൻ ഫ്രൈ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്തതാണ്, വേറെ പാത്രം എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഇതാ ഗൈസ് നമ്മളുടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ഗ്രേവി ഇതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ബീഫ് വരട്ടിയത് പോലെയൊക്കെ ഇരിക്കുന്നു ഗൈസ്. പണിയെടുക്കാത്ത സാധനം അത് ഗൈസ്. ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ ആലയായി വിളിച്ചു, അതെ അത് കുത്തി പിന്നുന്ന വാപ്പി ഇതാ ഇവള് നശിപ്പിച്ചു വാപ്പി. അപ്പൊ ഗൈസ് ഇതാ നമ്മൾ റൈസിന് വേണ്ടി കുറച്ച് കരിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്, അതും വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റൈസിന്റെ ഐറ്റംസ് ആണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് നമ്മളുടെ റൈസിൽ ഇടാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടല്ലോ, ഉള്ളൊരു നല്ല കളറായിട്ടുണ്ട്. റെഡ് ഓറഞ്ച് ഗ്രീൻ ആൻഡ് ഓൾ നല്ല രസമുണ്ട് ഗൈസ്. നമ്മുടെ റൈസ് ഇതാ ഇവിടെ അമ്മ കഴുകി വെള്ളം വീത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണമെന്ന് തോന്നുന്നു. എനിക്കിതിനെ പറ്റിയിട്ട് വല്ല ഐഡിയ ഇല്ല. റൈസ് ഭാഗമായിട്ട് വലിയ പിടുത്തമില്ല. അപ്പോൾ ഇനി ഇതായി നമ്മുടെ മസാലയിലേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ തൈര് കട്ട തൈര് വേണം എടുക്കാൻ, പുളിത്തൈര് എടുക്കില്ല, നല്ല കട്ട തൈര് എടുക്കണം കേട്ടോ ഗൈസ്. ഇത് നമ്മൾ എന്നിട്ട് നല്ലോണം കടഞ്ഞെടുത്തതാണ്, നല്ല അടിച്ചിങ്ങനെ എടുക്കണം. നല്ല കട്ടയ്ക്ക് അതേപോലെ ഇട്ടാൽ ഇതിങ്ങനെ കട്ട പിടിച്ചെടുക്കണം. നമ്മളിങ്ങനെ ലൂസാക്കി ഇട്ടിടുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഗൈസ്, നല്ലതാണ്.
നമ്മൾ ഫ്രൈ കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം ഗൈസ്. നല്ലോണം മിക്സ് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. സൂപ്പർ. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടോ? നമ്മുടെ മസാല ഏകദേശം സെറ്റ് ആയല്ലേ ബാബി? യെസ്, മസാല പരിപാടി കഴിഞ്ഞു ഗൈസ്. നമ്മുടെ മസാലയിലേക്ക് വരുന്ന അതിഥികൾ നമ്മുടെ മല്ലിയില മാത്രമേ ഇടൂ, പുതിനടോ? ഓക്കെ, മല്ലിയിലയും പുതിനയാണ് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഗൈസ്. നമ്മളുടെ ചിക്കനിലേക്ക് ലാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മല്ലിയിലയും പുതിന ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഗൈസ്, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ബിരിയാണി വെച്ച് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. അടിപൊളിയാണ് ഗൈസ്. ബാപ്ചേരി ബിരിയാണി കഴിച്ച എല്ലാവരും നമ്മുടെ അടുത്ത് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി മല്ലിയിലയും പുതിനയും നമ്മൾ റൈസിന് വേണ്ടി വെച്ചിട്ടുണ്ട്. റൈസിന് ഇപ്പൊ നമ്മളെടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് റൈസിന് നമുക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ 2 ഉള്ളി പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിയും കരിവേപ്പിലയും ക്യാരറ്റും പച്ചമുളകും പിന്നെ ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ്, പിന്നെ നമ്മളുടെ മല്ലിയില, പുതിന, കാഷ്യൂനട്ടും ഗ്രേപ്സും, പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ ചിക്കന് വേണ്ടിയിട്ട് മസാല അടിച്ചു വെച്ചില്ലായിരുന്നോ? മറ്റേ ഉള്ളിയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ആ മസാല ഇതായിട്ട് ബാക്കി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ബിരിയാണിയിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലും ആഡ് ചെയ്ത് കൊടുക്കണം ഗൈസ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇവിടെ പച്ച ജീരകം എടുത്തിട്ടുണ്ട്, ഏലക്ക എടുത്തിട്ടുണ്ട്, പട്ട, ഗ്രാമ്പൂ, പിന്നെ മറ്റേ സ്റ്റാർ പോലെ ഇരിക്കുന്ന സാധനം അതും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. മസാല സെറ്റായി വന്നിട്ടുണ്ട്, അടിപൊളിയാണ്, നല്ല രസമുണ്ട് ഗൈസ്. നല്ല ബീഫ് റോസ്റ്റഡ് പോലെ, ചിക്കൻ റോസ്റ്റ് പോലെ ഗൈസ്. അപ്പോൾ നമുക്ക് മസാല സൈഡ് സെറ്റായി നമ്മൾ അടച്ചു വെച്ചിട്ട് നമുക്ക് ഇനി നമ്മുടെ റൈസിന്റെ പരിപാടികൾ നോക്കാം. നമ്മളിതാ ഇവിടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇത് ദം ചെയ്യാനും റൈസും എല്ലാം വേണ്ടി തന്നെ നമ്മൾ ചെയ്തത്. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം നമ്മളുടെ പാത്രത്തിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, ഒരു സാധനം പറയാൻ മറന്നുപോയി. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ബേ ലീവ്സില്ലേ, ആ സാധനമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ കണ്ടു ഗൈസ്. ഇനി പട്ട ആഡ് ചെയ്യാൻ പോവാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പൊട്ടിത്തെറിക്കുന്നു ഗൈസ്. പിന്നെ ജീരകം, പച്ച ജീരകം എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. ഫ്ലെയിം വളരെ കുറച്ച് ഹാൻഡിൽ കെയർ. അപ്പോൾ നമ്മൾ മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മുന്തിരി, കാഷ്യൂ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് ആണ്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഗ്രീൻ പീസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കും, പച്ചമുളക് കുറച്ച് ആഡ് ചെയ്തു, എല്ലാം ആഡ് ചെയ്തു. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് നല്ലോണം മിക്സ് ആവും. ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല, ഉള്ളിയൊക്കെ പിന്നെ ഇടും. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കരിവേപ്പില, പച്ചമുളക്, പിന്നെ ഉള്ളി. ഇപ്പോഴാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്തത്. ഇതിന് മുന്നേ ആഡ് ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഗ്രീൻ പീസ്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ആ സംഭവങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തത്. നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറേ ഉപ്പ് ആഡ് ചെയ്യണം, നമ്മൾ റൈസ് വേവാനുള്ളതാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കുറേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി അല്ലേ? അതന്നെ, വരച്ചേരെ ആഡ് ചെയ്യില്ല, ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി ഗൈസ്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ നമ്മളുടെ ചിക്കന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത മിക്സിലിട്ട് അടിച്ച മസാല ഇല്ലായിരുന്നോ, മിക്സ്, പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉള്ളി എല്ലാം കൂടി അടിച്ചു വെച്ച ആ ഒരു സംഭവം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി മറിക്കുക, ഇളക്കി മറിക്കുക. കണ്ടോ, കുറച്ച് വെള്ളവും കൂടി നമ്മൾ ആ മിക്സി കഴുകിയ വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച്, എല്ലാ വെള്ളവും കൂടെ അല്ല, കുറച്ച് വെള്ളം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക നമ്മൾ. കാരണം അപ്പോൾ നമുക്ക് റൈസിനെക്കാട്ടിയും വെള്ളം, അരിനെക്കാട്ടിയും അരിനെക്കാട്ടി വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരി വന്നിട്ട് നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. ഊറ്റിയെടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വെള്ളം തിളയ്ക്കുന്നതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ്, അത് അരി ഇടാൻ കേട്ടോ.
ഓക്കെ, അപ്പൊ ഗൈസ് ഇനി അരി നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. എന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളത് ഊറ്റിയെടുക്കും. ഉണ്ടാവാപ്പ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് തിളച്ച് വെച്ചു. ഇനി ഇത് തിളച്ചിട്ട് നമുക്ക് തിരിച്ചു അരി ഊറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ റൈസ് അവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി വെള്ളം ഊറ്റിക്കളയാം. അപ്പൊ ഗൈസ് ചോറ് ഊറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിൽ മല്ലി പൊതിന ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ദമ്മിടാം. അതാണ് നമ്മൾ ഊറ്റിയെടുത്ത് ചോറ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടിടാം കേട്ടോ. എടുത്തിട്ടുണ്ട്. നമ്മളെ ചരുവത്തിലോട്ടിട്ടു. എനിക്ക് പൊക്കില്ലാത്തോണ്ട് കാണൂല ഗൈസ്. ഓക്കെ, ആവി പറക്കുന്നുണ്ട്. പോകാം. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി വാപ്പിത അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ബാക്കി ചോറിടുന്നു. അപ്പൊ ഗൈസ് നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ് കേട്ടോ. വേറെ ആയിട്ടല്ലേ നമ്മൾ മസാല ഇടാൻ പോവാ. നേരത്തെ ഞാൻ പുസ്തകത്തിൽ കളിച്ചിട്ട് അത് നമ്മൾ മസാല ഇടുന്നു. ഓക്കെ, കാരണം ക്ലിയർ ഇല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ചിക്കൻ ഫില്ല് ചെയ്തു, മസാല ഫില്ല് ചെയ്തു. ചോറ് ബാക്കി കൂടെ ഇടാം. വാപ്പി ലെയർ സെറ്റ് ആക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സ്ട്രെയിറ്റ് ആക്കാം. സോറി. എന്നിട്ട് 2-3 കുത്തു കൊടുക്കുന്നു. അതില് കുഴി നെയ് ഇടുവല്ലേ? ഇടാതെ ഒഴിക്കാ. നെയ് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം, തൂക്കി കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്ക. എന്തോ ഇങ്ങനെ സർക്കിൾ ചെയ്ത് ഇട്ട് കൊടുക്കാം. തുള്ളി ചിക്കൻ ഇങ്ങനെ ഒഴിച്ചു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ഗരം മസാലയോ? യെസ്, വാപ്പിന്റെ ഫേവറേറ്റ് 2 സാധനങ്ങളാണ് മസാലപ്പൊടികൾ, ഗരം മസാലയും കുരുമുളക്. പക്ഷേ ഈ നമ്മളിപ്പോ കുറച്ച് ഗരം മസാല മാത്രം ഇടുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോൾട്ട് ബൈ ഉപ്പ് വെതറുന്ന പോലെ വാപ്പിത ഗരം മസാല വെതറുന്നു. മുകളിലേക്ക് നമ്മൾ മല്ലിയും പുതിനയും ഇട്ട് കൊടുക്കണം. മല്ലിയിലയും പുതിനയും ഗാർണിഷിങ്. ഞങ്ങളിതില് ഫ്രൈഡ് ഓണിയൻ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അതൊന്നും ഫ്രൈ ചെയ്തിടുന്നില്ല ഗൈസ്. ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ല. ബിരിയാണിയിൽ അതൊന്നും ഇടില്ല. ബാക്കിയുള്ള നമ്മുടെ ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ ഞങ്ങൾ പറക്കി കളയും. അതുകൊണ്ട് ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തിട്ടല്ല, നോർമലി ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മളതൊന്ന് അടച്ചു വെച്ച് ഫ്ലെയിം ഓൺ ആക്കി നമ്മൾ സെറ്റ് ആവാൻ വേണ്ടിട്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ബിരിയാണി ചെമ്പ് ഇതാ ഇവിടെ തുറക്കുന്നുണ്ട്. അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്. സെറ്റ് തിന്നിട്ട് നമ്മൾ റിവ്യൂ പറയാം ഗൈസ്. മുസ്താദി കഴിക്കാൻ പോകുകയാണ്. നല്ല സാലഡ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അച്ചാറെല്ലാം കൂടി ഇട്ട് ആദ്യം ബിരിയാണി ചൂടായിട്ട് തൊടാൻ പറ്റില്ല. ക്യാമറയിൽ പുക കാണൂല ഗൈസ്. റൈസ് മാത്രം തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അടിപൊളി. ചിക്കൻ കാണിച്ചേ. അതിൻ്റെ ഉള്ളിൽ ചൂടായിട്ട് തൊടാൻ പറ്റുന്നില്ല ഗൈസ്. അടിപൊളി. കൈ അടിപൊളി ടേസ്റ്റ്, സൂപ്പർ. ഓക്കെ. ഗൈസ്, എനിക്ക് ഈ ചിക്കനിൽ തൊടാൻ പറ്റുന്നില്ല, അത്രയും ചൂടാണ്. ബിക്കോസ് ഇപ്പോൾ വേവിച്ചിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോഴേ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ദാ ചിക്കൻ ഒരു ഇത് സൂപ്പർ. ആലിയ കഴിച്ചിട്ട് റിവ്യൂ പറയും കേട്ടോ. പറയൂ ആലിയ. അടിപൊളി. അടിപൊളിയാ. ഈ ചിക്കൻ കണ്ട എന്ത് സോഫ്റ്റ് ആണ്. കുറച്ചൊരു ചൂട്, നല്ല ചൂടാണ് ഗൈസ്. അതാ പ്രശ്നം. ഇതേതണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ നല്ല ചൂടാണെന്ന് ഗൈസ്. നിങ്ങൾ ഈ ബിരിയാണി ഇങ്ങനെ കണ്ടിട്ടുള്ള അഭിപ്രായം പറയുന്നത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിത് കഴിച്ച് തീർത്തിട്ട് കഴിച്ചു തീർത്തിട്ടൊന്നുമില്ല. അപ്പൊ ചാച്ച ബൈ ബൈ, സീ യു.